ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും പരിചയപ്പെടുന്നത് കൊറോണ കാലഘട്ടത്താണ്. കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര വിയേർഡായിട്ട് തോന്നുമെങ്കിലും ഇതാണ് ഒരു സത്യാവസ്ഥ. ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ സ്കൂളിൽ നടക്കുന്ന നല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ വന്ന് പറയാറില്ല. പിന്നെ അതേ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2 വർഷം കൂടുമ്പോൾ ഒരു മാസം വെക്കേഷൻ വരുന്ന ഒരു അതിഥി പോലെയാണ് അച്ഛനെ അറിയുള്ളൂ എനിക്ക്. എൻ്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചി സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പുള്ളി തെറ്റാതെ അമ്മയോട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയും. റേഡിയോ ഓൺ ആക്കി വെച്ചവള് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റേഡിയോ ഓൾറെഡി ഉള്ള സമയത്ത് നമുക്ക് പോയി സംസാരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നമ്മളങ്ങനെ വാതർക്കാതെ അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ട് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലോട്ടായപ്പോൾ ഞാൻ ഹോസ്റ്റലായി. അപ്പോൾ ഒട്ടും ഇവരോട് പരിചയമില്ലാത്ത രീതിയിലായി. ആ സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി വന്നു. ഞാൻ അപ്പോഴും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 2ാം വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. ഞാൻ നാട്ടിലോട്ട് എത്തുന്നു. നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ റേഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആദ്യമൊക്കെ ഞാൻ PUBG കളിച്ചിരുന്നെങ്കിലും പിന്നെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി സംസാരിക്കേണ്ട ഒരു രീതിയിലോട്ട് എത്തി. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മേനെ പരിചയപ്പെട്ടു. അമ്മേനെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്ന എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതേപോലെ അതിനനുസരിച്ചുള്ള റെസ്പോൺസും തരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വീട്ടിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അതിനുശേഷം ഞാൻ അച്ഛനോട് പരിചയപ്പെടുന്നു. അച്ഛൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഞാനും അച്ഛനും കണ്ടുമുട്ടി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം എപ്പോഴും അടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ഞാൻ അച്ഛനോട് പരിചയപ്പെടുന്നു. അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾ ഭയങ്കര കൂളാന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രണയത്തെ പറ്റി വീട്ടിൽ അറിഞ്ഞപ്പോൾ അച്ഛൻ അറിഞ്ഞപ്പോൾ അച്ഛൻ അത് വളരെ കൂളായിട്ട് എടുക്കുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛനും അമ്മ ഇത്ര അടിപൊളിയായിരുന്നു എന്നുള്ള സത്യം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആസ് എ പേഴ്സൺ അവരെ പരിചയപ്പെട്ടു തുടങ്ങിയത്. ഒരു പക്ഷേ ഇതായിരിക്കും റിലേറ്റബിൾ ആവണമെന്നൊന്നുമില്ല. എൻ്റെ പോലത്തെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയവർക്ക് മേ ബി മനസ്സിലാവുമായിരിക്കും. നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.